ചേച്ചി, എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കുറച്ച് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഇല്ലേ? ഇനി നമ്മളിവിടെ പൊലിയിരിക്കുന്നത് വല്ലതും ഗുണം ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. എനിക്കറിയാവുന്നതല്ലേ ഉള്ള സ്വഭാവം. ചെയ്തത് ശരിയായെന്നല്ല, പക്ഷേ ഈ അവസരത്തിൽ തെറ്റ് പറയാൻ പാടില്ല. പണ്ട് സ്കൂളിൽ മാഷ് ജാതി പേര് വിളിച്ചെന്നും പറഞ്ഞ് ചെറുക്കനുണ്ടാക്കിയ പുകില് നിങ്ങൾ ഓർക്കണില്ലേ? അവൻ ഇതിലും എതിര് പറയില്ലെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരിക്കും. അതെങ്ങനാ? മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കോ? അപ്പന്റെ അല്ലേ മോള്? അമ്മ ആ വാദിച്ചാരിയേക്ക് ഇതൊക്കെ നല്ലതാ, പക്ഷെ കുടുംബത്തിലോട്ട് വരുമ്പോ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടായിരിക്കണം. മോൻ കാര്യാക്കണ്ട. ഞാനല്ലെങ്കിലും പുറത്തു കിടക്കാനുള്ള പങ്കപ്പാടിലായിരുന്നു. മോൻ ഇവിടെ ആദ്യമായിട്ടാലേ വഴിയൊക്കെ എങ്ങനെ പിടുത്തം കിട്ടി? അവൻ പറഞ്ഞു തന്നതായിരിക്കുമല്ലേ. അവൻ അങ്ങനാ മോനെ, ഒരാളെയും വീട്ടിലേക്ക് കൊണ്ടുവരില്ല. അപ്പന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു വെച്ച കണക്കാ. ഈ വിള്ളൽ വീണ ചുവരും പൊരയുടെ അവസ്ഥയുമൊക്കെ നാട്ടുകാരെ കാണിക്കാനുള്ള മടി കൊണ്ടാ. സ്കൂളിൽ നിന്ന് അങ്ങനെ ആരും വന്നു കണ്ടില്ല. പിള്ളേരും ടീച്ചർമാരും ഒക്കെ ആയിട്ട് 2-3 പേര് ഇന്നൊന്നിലേക്കായി വന്ന് മുഖം കാണിച്ചു. അവനങ്ങനെ പെട്ടെന്നാരോടും അടുക്കുന്ന തരക്കാരനായിരുന്നില്ലല്ലോ. മോന് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വലുതായിട്ട് കുറേ പൈസ ഉണ്ടാക്കണം, നല്ലൊരു പെര വെക്കണമെന്നൊക്കെ അമ്മയ്ക്ക് ആശ തന്നവനാ. ചെറുപ്പം തൊട്ടേ റെയിൽപാളത്തിന് കുറുകെ ഓടി നടന്നിട്ട്. എന്തു പറ്റി മോനെ? അല്ല, മോന്റെ പേര്? അലൻ. എവിടുത്തുകാരനാ? സാധാരണ സ്കൂളിലെ കഥകളൊക്കെ വന്ന് പറയുമ്പോൾ അവൻ പറയുന്ന ചുരുക്കം ചില പേരുകളൊക്കെ ഓർമ്മയുണ്ടേ. ഞങ്ങളൊരേ ക്ലാസ്സിലായിരുന്നില്ല, ആ, അതുകൊണ്ട് ചാൻസ് ഇല്ല. പേടിക്കണ്ട ലൂമോ. മോനിവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം.
ഒരു ബസ് വിളിച്ചങ്ങ് പോയാൽ പോരെ ഷേളി, വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഒന്ന് മാറി നിൽക്കരുത് കുരിയ. ആ വിൻഡോ ഒന്ന് പൊക്കിക്കേ. നീ ഒന്ന് കൂളാവന്റെ ഷേളി. ഇതിനകത്തിരിക്കുമ്പോഴെങ്കിലും അതൊന്ന് ചുണ്ടൊന്ന് ഒഴിവാക്കേണ്ട കുരിയ. നീ ഈ മുഖം കനപ്പിച്ച് കാര്യം പറ. ഇത്തവണ അവൻ എന്താ അപരാധം ചെയ്തെന്ന് പറഞ്ഞിട്ടാ പ്രിൻസിപ്പളെ കലി തുള്ളിയത്? ആദ്യമല്ല നിസ്സാരായി കാണുന്ന നിന്റെ ഈ മനോഭാവം ഒന്ന് മാറ്റ്. അല്ല പിന്നെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നതും ക്ലാസ് മുറികളിൽ തമ്മിൽ തല്ലുന്നൊന്നും ഒരു അഭ്യന്തര പ്രശ്നമായിട്ട് കാണാൻ എനിക്കാവില്ല ഷേളി. പഠിക്കുന്ന കാലത്ത് നമ്മളിതൊക്കെ ചെയ്തതല്ലേ? ആ, നിങ്ങൾ ചെയ്യാത്തതല്ല, അങ്ങനെ തന്നെ വേണം പറയാൻ. പൊന്നാരമോന്റെ ബാഗിന്ന് ടീച്ചർ കണ്ടെടുത്തതാ സംഘം ചേർന്ന് ബാത്റൂമിൽ സിഗരറ്റ് വലിച്ചതിന്. ചോദ്യം ചെയ്തപ്പോ അവരിതൊന്നും വലിയ കുറ്റായിട്ടല്ല കാണുന്നത്. ഇന്ന് എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി 4 വഴക്ക് പറയാൻ പറ്റുമായിരുന്നോ? അവൻ എന്തെങ്കിലും ചോദിച്ചാ തൊലി ഉരിഞ്ഞു പോയില്ലായിരുന്നോ? അവൻ ഇത്രയും വലുതായ കാര്യം ഞാൻ ഓർത്തില്ല. അത് മാത്രമല്ല കുര്യ, സാധാരണ പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വഴക്കു പറയാൻ വിളിക്കുമ്പോ അവൻ തല താഴ്ത്തി നിൽക്കാറാ പതിവ്. ഇന്ന് അവൻ തർക്കുത്തരം പറഞ്ഞു. മാപ്പ് പറയാൻ പലതവണ പറഞ്ഞിട്ടും അവൻ ഒരു കുലുക്കവും ഇല്ല. ആകെ ഞാൻ നാണം കെട്ടുപോയി. പ്രായത്തിന് തളപ്പായിരിക്കും ഷേളി, നീ ഒന്ന് കാര്യമായിട്ടെടുക്കാതെ. അല്ല, അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 2 ദിവസം മുന്നെയാ മൊബൈൽ ഫോൺ ബാഗിലിട്ട് പോകുന്നത് കണ്ട് 2 ഞാൻ പിടിച്ച് പൊട്ടിച്ചത്. അവന്റെ കണ്ണൊന്നും നനഞ്ഞു പോലുമില്ല. ഇന്ന് അപ്പോളജി ലെറ്റർ എഴുതാൻ വേണ്ടി ബുക്ക് എടുത്തപ്പോ അതിൽ കണ്ടൊരു പേപ്പറായത്. എനിക്കെന്തോ പന്തികേട് തോന്നി. ഇത് അവന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല. എൻ്റെ ബന്ധങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ സുഹൃത്തെന്ന് രേഖപ്പെടുത്താൻ ചില മാനദണ്ഡങ്ങളുണ്ട്. നിനക്കതൊന്നും പാലിക്കാൻ സാധിക്കില്ല അലൻ. എൻ്റെ ബന്ധങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ സുഹൃത്തെന്ന് രേഖപ്പെടുത്താൻ ചില മാനദണ്ഡങ്ങളുണ്ട്. നിനക്കതൊന്നും പാലിക്കാൻ സാധിക്കില്ല. കുര്യ, അലൻ, കം. ഐ എം സോറി. ഇത്രയൊക്കെ ചെയ്തു ശരി. വെച്ചിട്ട് അല്ല ഇവൻ. ഷേളി, നീ ഒന്ന് പുറത്തിറങ്ങിക്ക്, ഞാൻ സംസാരിക്കട്ടെ. ഇറ്റ്സ് ഓക്കെ. നീ വല്ലതും കഴിച്ചിരുന്നോ? ഒരുപാട് കാലമല്ലേ നമ്മൾ ഒരുമിച്ച് ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട്. പെട്ടെന്ന് പറഞ്ഞാൽ മജ്ലിസ് പോയിട്ട് നമുക്കൊരു മന്തിയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോവാം. ഇന്നലെ നീ ക്ലാസ് കട്ട് ചെയ്തിട്ട് എവിടേക്കാണ് പോയത്? അത് പപ്പ, ഞാൻ സ്കൂളിൽ. തപ്പിപ്പിടിക്കാത്ത കാര്യം പറ. ഇന്നലെ നീ സ്കൂളിൽ പോയിട്ടില്ലെന്ന് എനിക്കറിയാം. ഹൈവേക്ക് അടുത്തുള്ള കട്ട് റോഡിൽ വെച്ച് നിന്നെ കണ്ടവരുണ്ട്. ഒറ്റയ്ക്ക് എന്തായിരുന്നു പരിപാടി? മമ്മി പറഞ്ഞപ്പോഴല്ല, ഞാനും കുറേ ശ്രദ്ധിക്കുന്നു. നിനക്ക് ഊണില്ല, ഉറക്കമില്ല.
വാട്ട് ഹാപ്പൻ അലൻ? ആ ട്രെയിൻ തട്ടി മരിച്ച പയ്യൻ നിന്റെ ഫ്രണ്ടായിരുന്നല്ലേ? ആണോ അല്ലയോ തെളിച്ച് പറ. ക്ലാസ്മേറ്റ് ആയിരുന്നു പപ്പ. പക്ഷേ ഹി വാസ് മൈ റൈവൽ ഇൻ വോളിബോൾ. എന്താ പിന്നെ നിന്നെ ബാധിക്കുന്ന പ്രശ്നം? ഫ്രണ്ടോ റൈവൽ, ആഫ്റ്റർ ഓൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരായിരുന്നല്ലോ പപ്പ. ആൻഡ് ഓൾ ഓഫ് സഡൻ അലൻ, people around us will die one day. Sooner or later, we'll too. അത് മനസ്സിലാക്കി ജീവിക്കണ്ടേ? നീ ഇന്നലെ പയ്യന്റെ വീട്ടിൽ പോയിരുന്നല്ലേ? അവിടെ കണ്ടായിരുന്നല്ലോ അവന്റെ വീട്. ആ, എന്നാ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ചെയ്താൽ എന്താ നിനക്ക്? അത് പപ്പ മമ്മി. അലൻ, ഇങ്ങനെ വല്ല ആവശ്യമുണ്ടേ അത് എന്നോട് വന്ന് പറയണം. മോർ ദാൻ എ പപ്പ, ഐ ആം യുവർ ഫ്രണ്ട്. എന്നിട്ട് അവരെന്തു പറഞ്ഞു ആ പയ്യന്റെ അമ്മ? ഈസ് ഷീ ഓൾ റൈറ്റ് നൗ? അവരൊന്നാകെ തകർന്നു പോയി കാണുമല്ലേ? അവനായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏക അത്താണിന്ന് പറഞ്ഞു കേട്ടിരുന്നു. നേരത്തെ പറഞ്ഞിരുന്ന അവിടെ കൊടുക്കാൻ ഞാൻ വല്ലതും കൈ തന്ന് പിടിപ്പിക്കായിരുന്നില്ലേ? ഏയ്, അതൊന്നും വേണ്ട പപ്പ. അവന് സ്കൂളിൽ എങ്ങനെയായിരുന്നു? വാസ് ഹി എ നൈസ് ഗൈ? അവൻ്റെ ബിഹേവിയറൊക്കെ എങ്ങനെ? ഐ ഹവ് നെവർ സീൻ ഹിം സ്മൈൽ. ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറായിരുന്നു. വോളിബോളിലെ ടോപ്പ് ഡിഗർ. പലപ്പോഴും വെള്ളിയാഴ്ചയുള്ള ഈവനിങ് മാച്ച് ഞങ്ങളുടെ ടീമുകൾ തമ്മിലായിരിക്കും. പലപ്പോഴും ഉടക്കും. പക്ഷേ കളിക്കളത്തിനുള്ളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാനൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാറുള്ളൂ. പക്ഷെ അവനങ്ങനെ ആയിരുന്നില്ല. ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു വന്നിട്ടും അവൻ എന്നോടുള്ള ദേഷ്യം മറക്കാറില്ല. എന്തു പറ്റി? കരട്ട് എന്തെങ്കിലും ഉണ്ടായോ? ഒരു ദിവസം കളിക്കിടയിൽ അവനൊരു ഫൗള് വെച്ചു. ഞങ്ങൾ തമ്മിൽ വലിയ വഴക്കായി. എന്താ നോക്കുന്നത്? അന്ന് ഞാൻ അവൻ്റെ അപ്പനെ വിളിച്ചു. അല്ല, അത് തന്നെയാണ് അവൻ്റെ വിളിപ്പേരുന്ന സ്കൂൾ മൊത്തം അറിയാവുന്ന. പക്ഷേ അതവനെന്തോ ഒരു മാനക്കേടായെന്ന് തോന്നുന്നു. അന്ന് മുതൽ അവൻ എന്നെ ഒരു ശത്രുവിനെ പോലെ കണ്ടത്. എന്താടാ പേടിപ്പിക്കുന്ന നീ? എന്താ അടിക്കണം നിനക്ക്? അടിക്കണം. എന്തു ആടാ ഇത്? തെറ്റ് നിന്റെ ഭാഗത്താ. ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളത്? സോറിയോ? പപ്പ എന്തായി പറയുന്നത്? പപ്പ അവനെ കണ്ടിട്ടുണ്ടോ? ഒരുമാതിരി കയറത്തിരുണ്ട് കരിക്കട്ട മാതിരി വൃത്തിയായിട്ട ഒരു മുഖവും അതിൻ്റെ കൂടെ അപ്പൻ്റെ കൊല്ലത്തൊഴിൽ ഏറ്റെടുത്ത മാതിരി ഒരു വൃത്തിയായിട്ട മാറ്റവും. എന്നിട്ടോ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. ഇതൊക്കെ കാണിച്ചിട്ടും അവതാരം കാണിച്ച് തോളത്ത് കൈയിടാൻ ചെന്നപ്പോഴേ കാർക്കിച്ച് തുപ്പിയതിനോട് മാപ്പ് പറയേണ്ട ഗതിയൊന്നും എനിക്ക് വന്നിട്ടില്ല പപ്പ. ഷേ, ഒരുമാതിരി റേസിസ്റ്റുകൾ പോലെ സംസാരിക്കല്ലേ അലൻ? 10ാം ക്ലാസ് വരെ നിന്റെ മുന്തിയ സ്കൂളിൽ ചൊളയെണ്ണി വിട്ട് പഠിപ്പിച്ചത് ഈ സംസ്കാരമില്ലായ്മ കാണിക്കാനല്ല. പബ്ലിക് എക്സാമിന് നിന്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് പറഞ്ഞേ? 58. ആ പയ്യന് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതേ 80% മാർക്കിൻ്റെ മെറിറ്റിലാ. അതറിയോ നിനക്ക്? സ്റ്റോപ്പ് ഇറ്റ് പപ്പ. ഹി ബിലോങ്സ് ടു സം റിസർവേഷൻ കാസ്റ്റ് ആൻഡ് യു നോ ഹൗ ദിസ് വർക്ക്സ്. നിർത്തറ. What is this? അതിൻ്റെ ബാക്കിയാണോ അത്? സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിൽ വെച്ച് വി എക്സ്ചേഞ്ച് പേപ്പേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഒരു സമാധാന കരാറിന് തയ്യാറെന്ന് ചോദിച്ച് അവൻ തന്ന മറുപടി ആയത്. നീ എന്താ അവനോട് ചോദിച്ചത്? അത് പപ്പ ഞാൻ പറഞ്ഞല്ലോ. How did you ask him? അന്ന് എന്താണോ എഴുതിയത് അതുപോലെ ഇതിലെഴുത്.
മതി. തീട്ടങ്കോരി, വിൽ യു ബി മൈ ഫ്രണ്ട്? ഇതാണോടാ നിന്റെ സമാധാനം അടിക്കില്ല പറച്ചില്? പാപ്പ. പറയടാ, ഇങ്ങനാണോടാ ഞാൻ നിന്നെ പെരുമാറാൻ പഠിപ്പിച്ചത്? പ്ലീസ് പറയടാ. പ്ലീസ്. പറയടാ നായേ. അടിക്കില്ല പാപ്പ, പ്ലീസ് വിട്. പ്ലീസ് 4 നേരം നിനക്ക് പാപ്പ, തിന്നാൻ വിട്, ചോറ് please. തന്നെയല്ലേടാ തരുന്നേ? അപ്പോ ഈ ചിത്രം വരച്ചതും ആ പയ്യനായിരിക്കും അല്ലേ? ഇത് ചെയ്തത് നീ അല്ലെന്ന് മാത്രം എന്നോട് പറയരുത്. കുഞ്ഞുനാളിൽ സ്കെച്ച് പെൻ കൊണ്ട് വീടിൻ്റെ ചുവരിൽ നീ വരച്ചിട്ട ചിത്രങ്ങൾ ഇപ്പോഴും അവിടെയൊക്കെ തന്നെയുണ്ട്. പറയടാ, നീയാണോ ഈ ചിത്രം വരച്ചത്? പറയടാ, നീയാണോ ഈ ചിത്രം വരച്ചതെന്ന്? പറയടാ, നീയാണോ അവരെ കൊന്നത്? എനിക്കറിയില്ല പാപ്പ. അവനോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. അതിൻ്റെ പുറത്ത് വരച്ചത് അതൊക്കെ. അവനെ കൊല്ലണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പാപ്പ. പക്ഷെ പറ്റിപ്പോയി പാപ്പ. നീ ഇത് ചെയ്തത് ആരെങ്കിലും കണ്ടോ? ഇല്ല, ഇതൊരു ആക്സിഡന്റ് ആയിരുന്നു. ഇതിന്റെ പുറത്തിന് ഒരന്വേഷണം ഉണ്ടാവില്ല. അവൻ മരിച്ചു. ഒരു ട്രെയിൻ ആക്സിഡന്റിൽ അവൻ മരിച്ചു. ആരും ഒന്നും അറിയാൻ പോണില്ല. നിന്റെ മമ്മി പോലെ. മായാലോവിൽ
അപ്പനും മോനും കൂടെ സംസാരിച്ചു തീർന്നോ? അതെ മോനെ, എൻ്റെ മോനൊരു പാവായിരുന്നു. മനസ്സുകൊണ്ട് ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നോ ഉറപ്പാ. സ്കൂളിൽ വോളിബോൾ കളിക്കുന്ന ഒരു പയ്യൻ അവനെ നിരന്തരം ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. അവർ തമ്മിൽ വഴക്കായിരുന്നെന്നും അമ്മയ്ക്കറിയാം. മോന് പരിചയമുള്ള പയ്യനാണേൽ മടിയൊന്നും കൂടാതെ ഇവിടം വരെ ഒന്ന് വരാൻ പറയണേ. എന്തൊക്കെയാണെങ്കിലും കുഞ്ഞല്ലേ. ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിനി, ഓനെ ഞാൻ കൊല്ലുന്നു. അത് പറഞ്ഞാ ഓന്റെ കണ്ണൊന്ന് പോയി നോക്കട്ടെ. ഈ കണ്ണൊന്നും ഇല്ല അവർക്ക്. കൂട്ടത്തിലൊരുത്ത് മരിച്ചതിന് വല്ല വിഷയമില്ലടാ. ആ കേസ് കൊടുക്കൂല പോലീസുകാര്. കണ്ണൂരിൽ കോളേജ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പുതിയ വഴിത്തിരിവ്. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ അധ്യാപകരിൽ നിന്നും അധിക്ഷേപം ഉണ്ടായിട്ടുണ്ടെന്ന് സഹപാഠികൾ. നമസ്കാരം. സംസ്ഥാനത്ത് കൗമാരക്കാരിലെ അക്രമ സ്വഭാവം വീണ്ടും ചർച്ചയാകുന്നു. എറണാകുളം ജില്ലയിലെ സ്കൂളിന് സമീപം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷം ഗുരുതര ആക്രമണത്തിൽ നിസ്സാര തർക്കത്തെ തുടർന്ന് സഹപാഠിയെ മർദ്ദിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടു. ക്ലാസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന തർക്കത്തെ തുടർന്നുണ്ടായ കയ്യാങ്കളിയിൽ 15-കാരന് ക്രൂരമർദ്ദനം. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂൾ വിട്ട ശേഷം വിദ്യാർത്ഥിയെ വളഞ്ഞു നിന്ന് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു.